ഇന്ധനമൊന്നും ഉപയോഗിക്കാതെ മണിക്കൂറുകളോളം ആകാശത്ത് തുടർച്ചയായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ സിസ്റ്റം. ഒരു പ്രാവശ്യം ഉയർന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ അത് തിരികെ വരൂ. ഇതൊരു ഭാവിയിലെ സങ്കല്പമല്ല. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ പരീക്ഷിച്ച് വിജയിച്ച വലിയ സാങ്കേതിക വിദ്യയിലേക്കാണ് പോകുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നൊരു സ്റ്റാർട്ടപ്പ് ശാന്തമായി ഒരു വലിയ മുന്നേറ്റം സ്വന്തമാക്കിയിരിക്കുകയാണ്. മരാൾ എയറോസ്പേസ് വികസിപ്പിച്ച പുതിയ ഡ്രോൺ സംവിധാനം ഇപ്പോൾ ആകാശത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതൊരു സാധാരണ UAV അല്ല. ഇത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ദീർഘനേരം ആകാശത്ത് തുടരാൻ കഴിയുന്ന ഒരു പുതിയ തലമുറ പ്ലാറ്റ്ഫോമാണ്. ഇത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള മറ്റൊരു ശക്തമായ ചുവടുവയ്പായി നമുക്കിതിനെ കണക്കാക്കാം. ഈ പുതിയ ഡ്രോണിന്റെ പേരെന്താണെന്ന് അറിയാമോ? തേജസ് 1. സൗരോർജവും വൈദ്യുത സംവിധാനവും ചേർന്നാണ് തേജസ് 1 പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനം ഉപയോഗിച്ച് 12 മണിക്കൂറിൽ കൂടുതലായി ആകാശത്ത് തുടരാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘനേരം നിരീക്ഷണം ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തേജസ് 1 വളരെയേറെ അനുയോജ്യമാണ്. തേജസ് 1 ഏകദേശം 5 കിലോമീറ്റർ ഉയരത്തിൽ വരെ പറന്നുയരാൻ സാധിക്കും. 11 മീറ്റർ വിങ് സ്പാൻ ഉള്ള ഈ ഡ്രോൺ വളരെ ചെറിയ റൺവേ ഏകദേശം 200 മീറ്റർ ഉപയോഗിച്ചാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതായത് വലിയ വിമാനത്താവളം ഇതിനാവശ്യമേ ഇല്ല എന്നതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ ഇത് വളരെ സൗകര്യപ്രദമായ ഒന്ന് തന്നെയാണ്. ഈ പ്രോജക്റ്റിന് ശക്തമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. IIT കാൻപൂർ, ഐഡെക്സ് എന്നിവരാണ് ഇതിന് പിന്തുണ നൽകിയത്. ഇതൊരു പ്രധാന കാര്യം വ്യക്തമാക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഉയർന്ന നിലവാരമുള്ള ടെക്നോളജി വികസിപ്പിക്കാൻ കഴിയുന്ന ശേഷി ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ പദ്ധതിക്ക് കാശ് ഇറക്കണമല്ലോ. ഈ പദ്ധതിയുടെ നിക്ഷേപം വലിയ രീതിയിൽ തന്നെ നിക്ഷേപ പിന്തുണയൊക്കെ ലഭിച്ചിട്ടുണ്ട്. HPCL ഈ സ്റ്റാർട്ടപ്പിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് ഉൽപ്പന്ന വികസനവും പരീക്ഷണങ്ങളും വേഗത്തിലാക്കാൻ സഹായിക്കുമെന്നതാണ്. ഇതിലൂടെ വലിയ സ്ഥാപനങ്ങൾ പോലും ഇത്തരം പുതിയ ടെക്നോളജികളിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി കാണാം. തേജസ് 1 ഉപയോഗിക്കാവുന്ന മേഖലകൾ വളരെ വ്യാപകമായി പരന്നു കിടക്കുകയാണ്. നിരീക്ഷണ പ്രവർത്തനങ്ങൾ, സമുദ്ര ഗവേഷണം, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുകൾ, മാപ്പിംഗ്, പരിസ്ഥിതി സംരക്ഷണം ഇവയെല്ലാം ഇതിലൂടെ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇന്ധനം ആശ്രയിക്കാതെ സൗരോർജം ഉപയോഗിച്ച് ദീർഘനേരം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഉപകരണം. ഇതിന്റെ ഏറ്റവും വലിയ ശക്തി തന്നെ ആ ഒരു സോളാർ പവർ എന്ന് പറയുന്നതിൽ തന്നെയാണ്. ഇതൊരു സാധാരണ ടെക്നോളജി നേട്ടമല്ല. ഇത് ഇന്ത്യയുടെ ഭാവിയിലെ എയർബോൺ സംവിധാനങ്ങൾക്ക് ഒരു പുതിയ ദിശയാണ്. എക്കോ ഫ്രണ്ട്ലി ഡിസൈൻ, ദീർഘ എൻഡ്യൂറൻസ്, സ്വദേശീയ നിർമ്മാണം ഇവയെല്ലാം ചേർന്നപ്പോൾ തേജസ് 1 ഒരു നെക്സ്റ്റ് ജനറേഷൻ പ്ലാറ്റ്ഫോമായി മാറി എന്നതും അഭിമാനത്തോടു കൂടി എടുത്തു തന്നെ പറയണം.